പേരൂർക്കടയിൽ ദളിത് സ്ത്രീയെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മോശമായി പെരുമാറിയ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി. ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്യും. അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അനന്തൻ, ഈ യുവതിയുടെ ആദ്യം മുതലുള്ള ഒരു ആവശ്യമെന്ന് പറയുന്നത് തനിക്കെതിരെ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ച എല്ലാ പോലീസുകാർക്കെതിരെയും നടപടി സ്വീകരിക്കണം എന്നതാണ്. ഇപ്പോൾ ഒരു ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്യുമെന്ന വിവരം പുറത്തുവരുന്നു. വിശദാംശങ്ങൾ. സന്ധ്യ, തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീയെ വ്യാജ മോഷണ കേസിൽ ഉൾപ്പെടുത്തി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി എടുക്കാനുള്ള തീരുമാനത്തിലാണ് സിറ്റി പോലീസ്. ഇതിന്റെ ഭാഗമായി പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ASI പ്രസന്നനെതിരെ നടപടിയെടുക്കാനാണ് തീരുമാനം. പ്രസന്നനെ സസ്പെൻഡ് ചെയ്യും. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് നാളെ പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായും പ്രസന്നൻ അടക്കമുള്ള പോലീസുകാർക്ക് ഇതിൽ പങ്കുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസന്നനെ കൂടി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2 CPOമാർക്കും വീഴ്ച സംഭവിച്ചതായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ നടപടി ശുപാർശ അവർക്കെതിരെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. നേരത്തെ ഈ സംഭവം പുറത്തു വന്നതിനെ തുടർന്ന് SI G പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രസന്നനെതിരെ കൂടി നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാനഹാനിക്ക് ഇരയായ ബിന്ദു പ്രധാനമായും ആരോപണം ഉന്നയിച്ചത് ASI പ്രസന്നനെതിരെയാണ്. തന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് വെക്കുമ്പോൾ കൂടുതൽ മാനസികമായി പീഡിപ്പിച്ചത് പ്രസന്നനാണ് എന്ന് മാധ്യമങ്ങളോടൊക്കെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇത് സംബന്ധിച്ച് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലർ നടത്തിയ അന്വേഷണത്തിൽ പ്രസന്നനും പങ്കുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതുകൂടാതെ 16 മണിക്കൂറോളം വരുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിലെ പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് സിറ്റി പോലീസിന്റെ തീരുമാനം. ശരി, സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തും. കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നതും നോക്കിക്കാണേണ്ട കാര്യമാണ്. ഈ ASI പ്രസന്നനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരെയാണ് നേരത്തെ ഈ ദളിത് യുവതി കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പ്രസന്നനെതിരെയായിരുന്നു. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പക്ഷം സസ്പെൻഡ് ചെയ്യുമെന്ന വിവരമാണ് അനന്തകൃഷ്ണൻ നൽകിയത്.